അന്യോങ് ആർമീസ്. അപ്പോൾ BTSന്റെ കംബാക്ക് ഉണ്ടാകുമ്പോൾ അവർ പല ഷോസിലൂടെയും പ്രൊമോഷനൊക്കെ വേണ്ടി വരാറുണ്ട്. അതിലധികവും കൊറിയൻ, ഇംഗ്ലീഷ്, ജാപ്പനീസ് ഒക്കെയാണ്. ഇനി ഇതിൽ കൊറിയൻ, ഇംഗ്ലീഷ് മിക്കതും എല്ലാ ആർമീസിനും പെട്ടെന്ന് ആക്സസിബിൾ ആണെങ്കിലും ജാപ്പനീസിൽ വരുന്ന ഇന്റർവ്യൂസ്, ടോക്ക് ഷോസ്, പ്രൊമോഷൻസ് ഒക്കെ ചിലപ്പോൾ പല ആർമീസിനും മിസ് ആവാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഒന്ന്, അത് എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ അല്ല. ഇനി ആയാൽ തന്നെ ചിലപ്പോൾ സബ് ടൈറ്റിൽസ് ഉണ്ടാവില്ല. അത്തരത്തിൽ ഇപ്പൊ അടുത്ത് പുറത്തു വന്ന BTSന്റെ ഒരു ജാപ്പനീസ് ടോക്ക് ഷോ ആയിരുന്നു BTS ദി ബെസ്റ്റ് ടോക്ക് ഷോ. ഇതൊരു ജാപ്പനീസ് ടെലികോം ക്യാമ്പയിൻ ഡോകോമോ മാക്സ് വിത്ത് BTSന്റെ ഭാഗമായിട്ട് ഡോകോമോന്റെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലെമിനോയിലൂടെയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് കണ്ടന്റ് ആണ്. ഇനി ഈ ഒരു ആപ്പ് കയറ്റി പേ ചെയ്തിട്ട് നമുക്ക് കാണാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ആപ്പ് കിട്ടാനില്ല. പിന്നെ ഈ ഒരു ഷോ ഇല്ലീഗൽ ലിങ്കിലൂടെ കാണുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു ടോക്ക് ഷോനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സീരീസ് പോലെ 7 എപ്പിസോഡായിട്ടാണ് വന്നിരുന്നത്. ഇതിൽ ഓരോ എപ്പിസോഡ്സിലും ഓരോ BTS മെമ്പേഴ്സ് MC ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്തിരുന്നത്. അതിൽ MC ആവുന്ന ആള് ബാക്കിയുള്ള മെമ്പേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻസ് വളരെ ഫണ്ണി ആയിട്ട്, കാഷ്വൽ ആയിട്ട്, അങ്ങനത്തെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ഇതിൽ ആദ്യം MC ആയത് ജിന്നേട്ടനായിരുന്നു. അതിൽ ജിന്ന് ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, തുടങ്ങണതിന്റെ മുന്നേ എന്താണ് തോന്നിയത്, എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നൊക്കെ. ഇത് ഫസ്റ്റ് ജിന്ന് ജെഹോബിനോടാണ് ചോദിച്ചത്. ജെഹോബ് ആസ് ഓൾവേസ് നല്ല ഫീൽ ആയിരുന്നു, ഇന്നത്തെ ഷൂട്ടിനെ പറ്റി ഒരു 100-97% നല്ല ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിന്ന് ജങ്കുക്കിനോടാണ് ചോദിക്കുന്നത്. ജങ്കുക്കിനോട് ചോദിക്കുമ്പോൾ ജങ്കുക്കിന്റെ അടുത്ത് V ആണ് ഇരിക്കുന്നത്. V ജങ്കുക്കിന്റെ ചെവിയിൽ ജാപ്പനീസിൽ പറയാൻ പറഞ്ഞിട്ട് ജാപ്പനീസിൽ കുറച്ച് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജങ്കുക്ക് ജാപ്പനീസിൽ ഇന്ന് നല്ല എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മെമ്പേഴ്സും അതുപോലെ ജിന്നും ഈ ഒരു അവർക്കറിയാവുന്ന ജാപ്പനീസിൽ ഇങ്ങനെ എന്താണ് എക്സൈറ്റഡ് ആവാനുള്ള കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് കൊറിയനിലാണ് ആൻസർ പറയുന്നത്. ആൻസർ ഇങ്ങനെ പറയുന്നത്: ഇപ്പൊ അടുത്തായിട്ട് ഞാൻ കഫൈൻ എടുക്കുന്നത് കുറച്ചിരുന്നു, അതായത് കോഫി കുടിക്കുന്നത് ഞാൻ കുറച്ചിരുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ അന്തം വിട്ടിട്ട് അതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും ജങ്കുക്ക് ഒന്നും മൈൻഡ് ചെയ്യാതെ അതിന്റെ ഒരു ബാക്കിയായിട്ട് പറയുന്നുണ്ട്: ഞാനൊരു കോഫി കുടിക്കാൻ നിർത്തിയിരുന്നു, പക്ഷെ ഇന്ന് ഈ ഒരു ഷൂട്ടിന് നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിപ്പ് കോഫി കുടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ആൻസർ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പിന്നെ ജിന്ന് ജെഹോപ്പിനും ജങ്കുക്കിനും വേണ്ടിയിട്ട് എല്ലാവരോടും ഒന്ന് കയ്യടി കൊടുക്കാൻ പറയുന്നുണ്ട്. ആ കയ്യടി കൊടുത്ത ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ജിന്ന് ജിമ്മിനോടാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ കുറച്ച് ടൈമിന്റെ ശേഷം മെമ്പേഴ്സ് എല്ലാവരും ആയിട്ട് ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ പോണത് എങ്ങനെ ഫീൽ ചെയ്യണമെന്നാണ്. അതിന് ജിമ്മിൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ ടൈമിന് ശേഷം മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അതിനൊക്കെ പോകുമ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ആർമീസിന് നമ്മളെ കുറച്ച് നല്ല ഇത് വേർഷൻസ് കാണിച്ചു കൊടുക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യമൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞതൊന്നും ചെറുതായിട്ട് ചുരുക്കിയിട്ടൊന്ന് ജാപ്പനീസിൽ ആർമീസിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മിൻ ആർമീസിനോട് വളരെ ചുരുക്കിയിട്ട് ജാപ്പനീസിൽ ഐ മിസ്ഡ് യു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജിന്ന് ചോദിക്കാൻ പോണത് വീനോടാണ്. വീനെ കുറിച്ച് ജിന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ കുറച്ച് നേരമായിട്ട് ഒരാൾ ഭയങ്കര ഒരു ലவ்വിങ് ആയിട്ടുള്ള ഗേസിൽ, അതായത് വളരെ സ്നേഹത്തോടുള്ളൊരു നോട്ടത്തിൽ നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ ആളോട് എന്താ ഞാൻ ചോദിക്കാൻ പോവാണ്, മിസ്റ്റർ വി എന്ന് പറഞ്ഞിട്ടാണ് വീനോട് ചോദിക്കുന്നത്. അപ്പോൾ വി ആൻസർ പറയാൻ വരുമ്പോൾ തന്നെ ഭയങ്കര വിനയത്തോടൊക്കെയാണ് ജിന്നേട്ടനോട് എന്താന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ജിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കൊറിയനിൽ ചോദിക്കാൻ വരുമ്പോൾ വി ആ ഒരു ക്വസ്റ്റ്യൻ ജാപ്പനീസിൽ പറയാൻ വേണ്ടിയിട്ട് ജിന്നോട് ജാപ്പനീസിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ജാപ്പനീസിലാണ് കേട്ടോ വീനോട് ചോദിക്കുന്നത്. അപ്പോൾ ജിന്ന് ചോദിക്കുന്നതാണ് എല്ലാ മെമ്പേഴ്സും കൂടി ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിനോട് വിക്ക് എന്താ തോന്നുന്നത്, എങ്ങനെ ഫീൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിന് വി ഉത്തരമായിട്ട് പറഞ്ഞത് കുറച്ച് ടൈമിന് ശേഷം ആയതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്, അതേപോലെ തന്നെ നെർവോസും ആണ് സെയിം ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വി ഈ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജെഹോ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല, നീ ജാപ്പനീസ് ഫുള്ള് സംസാരിക്കുമ്പോൾ എനിക്കത് മൊത്തം മനസ്സിലാവുണ്ട്, അത് എന്താ മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ജിന്ന അവിടെ വെച്ചിട്ട് വിക്കും ജിമ്മിനും കൂടി ഒരു കയ്യടി കൊടുക്കാൻ പറയണം. അങ്ങനെ മെമ്പേഴ്സ് എല്ലാവരും കയ്യടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ MC ആയിട്ട് വന്നിട്ടുള്ള ജെഹോപ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജിന്നേട്ടനോടാണ്. ഈ ജിന്നേട്ടനോട് ജെഹോപ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഷൂട്ടിന്റെ ഇടയ്ക്ക് ഏറ്റവും എനർജൈസ്ഡ് ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് ഏതായിരുന്നു, എപ്പോഴായിരുന്നു ഈ ഒരു ഷൂട്ടിന്റെ ഇടയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജിന്നേട്ട് അതിന് പറയുന്നത് സിംഗിൾ ഷൂട്ട് അല്ല, പക്ഷെ ഗ്രൂപ്പൊക്കെ ഒരുമിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ, ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എനർജൈസ്ഡ് ആയിട്ട് ഒക്കെ തോന്നിയെന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ മെമ്പേഴ്സ് എല്ലാവരും ഇതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു കേവോട്ടിക് ആയിട്ട് ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് എല്ലാവരും കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ അത് ആ ഒരു സമയമാണെന്ന് അവർ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ ജെഹോപ്പ് ആർമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആറും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം എനർജൈസ്ഡ് ആയിരുന്നു ഈ ഒരു എൻറ്റയർ ഷൂട്ട് മൊത്തം, ഇപ്പോഴും ഞാൻ ഭയങ്കര എനർജി ഉണ്ട്, എനിക്ക് ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് നിന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജെഹോപ്പ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സ് എന്താണ് നിങ്ങൾക്ക് മീൻ ചെയ്യണത് എന്ന്. അതായത് ഒരു മെമ്പർ പറയണം ബാക്കി മെമ്പേഴ്സ് എല്ലാവരും അവർക്ക് എന്താണ് മീൻ ചെയ്യണത് എന്നുള്ള കാര്യം. അങ്ങനെ ഷുഗേനോട് ചോദിക്കുമ്പോൾ ഷുഗ പറയുന്നത് ഡോക്കോമോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്കോമോ എന്താ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഷുഗ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്കോമോ എന്ന് പറഞ്ഞാൽ എവിടെയും എപ്പോഴും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനനുസരിച്ച്
അതിനനുസരിച്ച് അതായത് അതിൻ്റെ ഒരു അതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ എനിക്ക് മെമ്പേഴ്സ് അങ്ങനെയാണ് നമ്പർ 1, അതായത് നമ്പർ 1 പ്രയോറിറ്റി ആണ് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ പറഞ്ഞു നിർത്തുകയാണ്. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ ജിമിനോട് ഹോപ്പേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിമിൻ പറയണത് എവ്രിതിങ് എന്നാണ് കേട്ടോ. ആ എവ്രിതിങ് എന്നുള്ള ജിമിൻ കൊറിയനിലാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ വേർഡാണല്ലോ പറയുന്നത്. കൊറിയനിൽ ഈ എവ്രിതിങ് എന്ന് പറഞ്ഞപ്പോൾ ജിമിൻ ചൊമ്പു ദാ എന്ന് പറയുന്നുണ്ട്, ചൊമ്പു ദായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചൊമ്പു ഒറ്റ വേർഡ് മാത്രം പറയുമ്പോൾ ഓക്കെയാണ്. ചൊമ്പു ദായോ എന്ന് പറയുമ്പോൾ 2 ദായല്ലോ, അപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു ഷുഗ അവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് ഞാൻ അതല്ല, ഒന്നാണേ ഉദ്ദേശിച്ചത്, ചൊമ്പു എവ്രിതിങ്, അങ്ങനെ ആ ഒരു മീനിങ്ങിലാണെന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന MC ഷുഗയായിരുന്നു. അപ്പോൾ ഷുഗയ്ക്ക് ഫസ്റ്റ് ചോദിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു ഷോയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്താന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ജയഹോപ്പിനോട് ചോദിക്കുമ്പോൾ ജയഹോപ്പ് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ഷൂട്ടിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സിന്റെ വിഷ്വൽസ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ട് ഇവർ ഈ ഒരു കംബാക്കിന്റെയും അതേപോലെ തന്നെ ടൂറിന്റെ ഒക്കെ ഒരു പ്രിപ്പറേഷനിലായതുകൊണ്ട് തന്നെ അവർ ആ ഒരു ലുക്കിലും കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റിലും എക്സസൈസിലും കാര്യങ്ങളിലൊക്കെ ആണല്ലോ. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ട് നല്ല ബെറ്റർ വിഷ്വൽസ് ആണ്. അപ്പൊ ആ ഒരു വിഷ്വൽസ് ഇന്നത്തെ ആ ഒരു ഷൂട്ടിലൂടെ നന്നായിട്ട് പുറത്തു വരട്ടെ എന്നുള്ള കാര്യം ജയഹോപ്പ് പറയുന്നുണ്ട്. അപ്പൊ ജയഹോപ്പ് ഈ ഒരു കാര്യം പറയുമ്പോൾ ജിമിൻ ജയഹോപ്പിനോട് പറയുന്നുണ്ട് ജയഹോപ്പ് ഇന്നത്തെ ലുക്ക് നല്ല അടിപൊളിയായിട്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ജയഹോപ്പ് അത് കേട്ടിട്ട് പെട്ടെന്ന് ചുമക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഷുഗ ജിന്നേട്ടനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി ജിന്നേട്ടനോടും ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ജിന്നേട്ടൻ പറയണേ ഞാനും ജയഹോപ്പ് പറഞ്ഞ ആ ഒരു വിഷ്വൽസിന്റെ കാര്യമാണ് പറയാൻ നിന്ന്, പക്ഷെ അതിപ്പോ പറഞ്ഞുകൊണ്ട് ഓൾറെഡി പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ പറയണത് വെച്ചാൽ BTS നമ്പർ 1 ആണ്, ഡോക്കോമോ നമ്പർ 1 ആണ്. അപ്പൊ ഈ ഒരു നമ്പർ 1 കൂടി അതൊരു ബെറ്റർ നല്ല അടിപൊളി കൊളാബറേഷൻ ആയല്ലോ. അപ്പൊ ആ ഒരു കൊളാബറേഷന്റെ ഒരു റിസൾട്ടിലേക്ക് നന്നായി നോക്കുന്നുണ്ട്, മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് കളിയാക്കിയുടെ മെമ്പേഴ്സ് അതായത് വി പറയുന്നുണ്ട് ഒന്നും കണ്ടുമുട്ടി കഴിഞ്ഞാൽ 11 അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ജിന്ന ആകെ അന്തപ്പെട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിന്നി ഈ ഒരു കൈ ഒന്നും പറഞ്ഞിട്ട് 2 സൈഡും ആയിരിക്കും, മുഖത്തിന് 2 സൈഡും ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് അത് കിയോമി അല്ലേന്ന്, അത് ക്യൂട്ട് അല്ലേന്ന് പറയുന്നുണ്ട്. ആ ഒരു സിമ്പിൾ കാണിക്കണ പോലത്തെയാണ് പറയുന്നത്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് ഇത് ഏത് രാജ്യത്തെ കണക്കാണ് ഇങ്ങനത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ജിന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ ഒന്നും കൂടി ചേർന്ന് ബെസ്റ്റ് ആവട്ടെ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ജപ്പാനിൽ വന്നിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് വിയും ജങ്കുക്കൊക്കെ ഒരുപാട് സാധനം കഴിക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. വി ഒരുപാട് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷുഗ വീനോടെ നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ വി ഇതിന് മുന്നേ എക്സൈറ്റഡ് ആയിട്ട് കുറെ കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പൊ എന്താ പേര് എന്താ പറയുക എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായാലും മെമ്പേഴ്സ് ഇങ്ങനെ ഓരോ പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ വി അത് കേട്ടിട്ട് ഇതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഡോക്കോമോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോക്കോമോ തിന്നാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജങ്കുക്കിനോടാണ് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ഷുഗ ചോദിക്കുന്നത്. അപ്പൊ ജങ്കുക്ക് ഇതിന് മുന്നേ പറഞ്ഞ കുറച്ച് ഐറ്റംസിന്റെ പേര് ഇങ്ങനെ വിരൽ മടക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ വി ഒരു വിരലും കൂടി മടക്കിയിട്ട് കൺവീനിയൻസ് സ്റ്റോറത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് അവിടുത്തെ ഒരു ഐറ്റത്തിന്റെ പേരും പറയുന്നുണ്ട്. പിന്നെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യവും ചോദിക്കുന്നുണ്ട്. അതായത് ഈ കഴിക്കാൻ ആഗ്രഹമുള്ള കാര്യത്തിന്റെ ഒപ്പം തന്നെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടി ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് വെറുതെ നടക്കലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വെറുതെ നടക്കലേക്കുമ്പോൾ ഈ ഡോക്കോമോന്റെ ചുറ്റും ഇങ്ങനെ വെറുതെ നടക്കലെന്ന് പറയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് MC ആയിട്ട് വന്നത് തെയോങ് ആയിരുന്നു. ഇനി തെയോങ് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ അന്നത്തെ ആ ദിവസത്തെ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്താന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് തെയോങ് ആദ്യം ചോദിച്ചത് ജിമിനോടായിരുന്നു. അപ്പൊ ജിമിൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ജിമിന് ഇന്നത്തെ ഈ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ മൊത്തമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു ലെതർ ജാക്കറ്റ് ജിമിനിട്ട ആ ഒരു ലെതർ ജാക്കറ്റ് ഒന്നും കൂടെ എക്സ്ട്രാ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വി ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജയഹോപ്പിനോടാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ജയഹോപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജയഹോപ്പിന് അന്നത്തെ ദിവസത്തെ ആ ഒരു സ്യൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പൊ അടുത്തായിട്ട് മെമ്പേഴ്സിന്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് വി ചോദിക്കുന്നത് ആറമിനോടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് ആറം പറയുന്നത് ദുബായ് ച്യൂവി കുക്കീസ് ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ഒരു അടുത്തായിട്ട് മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു ട്രെൻഡ് അതാണ്. ആ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആറം ജാപ്പനീസിലാണോ സംസാരിക്കുന്നത്. ഇനി ആറമിന്റെ കഴിഞ്ഞിട്ട് വി ചോദിക്കാൻ വെച്ചാൽ ഷുഗേനോടായിരുന്നു. അപ്പൊ ഷുഗ ആൻസർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അടുത്തായിട്ട് മെമ്പേഴ്സ് എല്ലാരും കൂടി ഒരുമിച്ച് പോയിട്ട് പല റെസ്റ്റോറൻറ്റൊന്നും ഫുഡ് കഴിക്കുന്ന ആ ഒരു ട്രെൻഡ് കൂടുതലാണ്. ഈ ഒരു ഫൈൻ ഡൈനിങ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ അടുത്ത് മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ട്രെൻഡ്. ഇപ്പൊ അടുത്ത് ഞങ്ങൾ ഇതേപോലെ തന്നെ കുറെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്
പോയിട്ടുണ്ട്, ഇപ്പോഴത്തും കൂടെ പോയിട്ടുള്ളൂ എന്ന് ജയഹോപ്പും പറയുന്നുണ്ട്, ബാക്കി മെമ്പേഴ്സ് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എപ്പിസോഡിന്റെ റിലീസിംഗ് ഡേറ്റ് അനുസരിച്ചിട്ട് April 17, April 27, May 17 അതുവരെയുള്ള എപ്പിസോഡ്സ് റിലീസ് ആയിട്ടുള്ളൂ. ഇനി ബാക്കിയും കൂടെ റിലീസ് ആവാണ്ട്. അപ്പൊ എനിക്കിനി ഇതിന്റെ ബാക്കി കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആ എപ്പിസോഡ്സ് ഒക്കെ മലയാളത്തിൽ പറ്റും പോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടിടാട്ടോ.